എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എൻ്റെ കാവലായിട്ട് രണ്ടാളിരിക്കുന്നുണ്ടോ? എൻ്റെ ഇടം വല്ല നിൽക്കുന്ന രണ്ട് അംഗരക്ഷകരെ കണ്ടോ? മതി. എൻ്റെ കുഞ്ഞിക്കിളികളാട്ടത്. അല്ല, എൻ്റെ കിളികൾ. ഇത് കുഞ്ഞിക്കിളി, ഇത് പൈകിളി. മുഖത്തേക്ക് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. എനിക്ക് മുഖം നോക്കണം. ഒരാളുടെ ഒരു കുഞ്ഞു മുഖമാണ്, ഇവിടുത്തെ കുറച്ച് വലിയ ഒറ്റ മുഖമാണ്. പക്ഷെ ഇതിൽ വികൃതി പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടി എന്ന് പറയുന്നത് ഇതാ ഈ കുഞ്ഞിയാണ് കേട്ടോ. കുഞ്ഞി നല്ല കുട്ടിയാണ്, പറഞ്ഞാലൊന്നും കേൾക്കില്ല. രണ്ടാൾ മാങ്ങ തിന്നാണ്. ഇഷ്ടംപോലെ മാങ്ങ ഉണ്ട് ഇവിടെ. ഇപ്പം മാങ്ങ തിന്നാണ്. ടീച്ചർ വന്നു. ഇവിടുന്ന് ടീച്ചർ വന്നു. അംഗൻവാടിയിൽ ടീച്ചർ വന്നു. ചോറൊക്കെ ആയിട്ട് ഇവർ പോവുള്ളൂ. നിങ്ങൾ അംഗൻവാടിക്ക് പോകണില്ലേ? പിന്നെന്താ, നിങ്ങൾക്ക് അംഗൻവാടിയില്ലേ? അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ശനിയാഴ്ചത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെല്ലാവരും കണ്ടല്ലോ. പിന്നെ ഞായറാഴ്ച ഞാൻ വളയത്തെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിന്നപ്പോഴാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ശനിയാഴ്ചത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? കണ്ടിട്ടുള്ളവർ. അപ്പോൾ ഞായറാഴ്ച ഞാൻ വളയത്തെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു കേട്ടോ. പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ വെള്ളിയാഴ്ചത്തെ പരിപാടി ശനിയാഴ്ചത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞായറാഴ്ച വീട്ടിലേക്ക് പോകാൻ നിന്നപ്പോഴാണ് എൻ്റെ സാറ് മരിച്ചു എന്ന് പറഞ്ഞത്. സാറ് 5-8 മാസമായിട്ട് സ്ട്രോക്കൊക്കെ വന്നിട്ട് കോമ സ്റ്റേജിലായിരുന്നു. അപ്പോൾ ഞായറാഴ്ച സാറ് പോയി. പിന്നെ അത് ഭയങ്കര ഒരു ഷോക്കായി. പിന്നെ ഞായറാഴ്ച ഞാനും അമ്മയും കൂടെ സാറിനെ കാണാൻ പോയി ഉണ്ട്. പിന്നെ ഇപ്പം ഞാൻ വീട്ടിലേക്ക് പോയിട്ട് കേട്ടോ, വളയത്തെ വീട്ടിലേക്ക്. പിന്നെ പ്രസാദത്തിന് വരാൻ കഴിയാത്തൊരു അവസ്ഥയിലായിരുന്നു, അതുകൊണ്ട് അന്ന്. പിന്നെ സാറിനെ ഞാനും പ്രസാദനും കൂടെ കുറച്ച് ദിവസം മുൻപ് പോയി കണ്ടിട്ട് അന്ന് കണ്ടപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ കോമ സ്റ്റേജിൽ നിന്നൊക്കെ ഇട്ടിട്ട് ഓർമ്മയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു സാറ്. പക്ഷെ നമ്മളറിയും, പറഞ്ഞാൽ മനസ്സിലാവും. സാറ് തന്നെ മനസ്സിലാവും. ആരാ ചോദിച്ചാൽ ഞാനാണ് വന്നത്, അങ്ങനെയൊക്കെ സാറിൻ്റെ വൈഫിനോടൊക്കെ പറയില്ല. അങ്ങനെ പക്ഷെ സംസാരിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. കോമ സ്റ്റേജിൽ നിന്നൊക്കെ വിട്ടിട്ട് സാറ് ഓർമ്മയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. നമ്മൾ ആരാന്നൊക്കെ മനസ്സിലാവും. സാറിങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ സംസാരിക്കാൻ കഴിയില്ല. സാറ് തിരിച്ചു വരുന്നല്ലാതെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും പ്രസാദിനെ ഒരു ദിവസം കാണാൻ പോയി. കണ്ടപ്പോൾ സാറ് ഞങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ എന്താ നമുക്ക് മനസ്സിലാണ്ടേ എന്താണ് ഭക്ഷണം കഴിച്ചിട്ട് പറഞ്ഞയച്ചാൽ മതി എന്നൊക്കെ സാറിൻ്റെ പൈസയിലൂടെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ പ്രതീക്ഷകളെല്ലാം തിരിച്ചുകൊണ്ട് സാറ് പോയി. 5-8 മാസം അങ്ങനെ കിടന്നിട്ട് സാറ് വല്ലാത്തൊരു ഇതായിപ്പോയി. എന്താ പറയുക, ഒന്നും പറയാനില്ല. നല്ല ഓർമ്മകൾ. എൻ്റെ ഒരു മോളെ നല്ലാതെ സാറ് വിളിക്കൂല. മോളെ മോളെ മോളെ. സാറിന് ദേഷ്യം വരുന്ന സമയത്ത് മാത്രമേ പേര് വിളിക്കുള്ളൂ. അല്ലെങ്കിൽ മോളെ മോളെ ആ ഫയലിങ് എടുത്താ, മോളോ ആ ഫയലിങ് എടുത്താ, അതെഴുതിയോ ഇതെഴുതിയോ. നല്ല ഓർമ്മകളായിരുന്നു സാറ് തന്നതൊക്കെ. സാറിൻ്റെ കൂടെ 2 പ്രാവശ്യമായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഓഫീസ് ടൂർ പോയി. ആ ടൂറിലൊക്കെ ഭയങ്കര സന്തോഷം നിറഞ്ഞ നല്ല നിമിഷങ്ങളായിരുന്നു. ഒന്നും മറക്കാൻ കഴിയില്ല. കാരണം മരിച്ചുപോയി വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇപ്പോഴും. ഞാനെന്തെങ്കിലും രൂപയൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. ചെറിയ ഒരു കുഞ്ഞു വ്ളോഗാണ് ഇന്നത്തെ വ്ളോഗ്. പിന്നെ ഏലൂർക്കനും പാലൂർക്കനും കൊച്ചുങ്ങളൊക്കെ അവരെ വീട്ടിൽ പോയി, അമ്മ വീട്ടിൽ പോയി. ഇപ്പോൾ അവരെന്താ വരിക, നമ്മുടെ സ്കൂളൊക്കെ തുറക്കാനായില്ലേ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഈ കിളികൾ മാത്രമേ ഉള്ളൂ. കിളികൾ ഞാനിങ്ങനെ തല്ലുകൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം അല്ലേ. ഇപ്പം ഇന്ന് രാവിലെ കുളി കഴിഞ്ഞു, ചായ കുടി കഴിഞ്ഞു. അപ്പോൾ
ഇന്നത്തെ പാചകം എൻ്റെ വകയാണ് കേട്ടോ. അശ്വതി വേറെ എന്തൊക്കെയോ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വന്നപ്പോൾ ഞാൻ എന്തെങ്കിലും എടുക്കണ്ടേ. അപ്പോൾ മാങ്ങ ഇതാ നിറയെ പഴുത്ത മാങ്ങ ഇട്ടിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ മാങ്ങയും ചക്കയും കഴിച്ച് മടുത്താണ്. അപ്പോൾ ഒന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുക. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനല്ല, എല്ലാവർക്കും ഇഷ്ടമാണ്. നല്ല പഴുത്ത മാങ്ങ അപ്പോൾ നല്ല രസമല്ലേ മാമ്പഴ പുളിശ്ശേരി. കടുമാങ്ങ അച്ചാറും പപ്പടം ഉണ്ടെങ്കിൽ നല്ല രസമല്ലേ ചോറിടാൻ. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. മാമ്പഴം കണ്ടാൽ അച്ഛൻ എപ്പോഴും പറയും മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. അല്ലെങ്കിൽ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് അവിയൽ. അപ്പോൾ മാമ്പഴ ചോറായി, ഇനി മാമ്പഴ പുളിശ്ശേരി വെക്കണം. പിന്നെ മീനുണ്ട്, അതും വെക്കണം. അപ്പോൾ നമുക്ക് മാമ്പഴ പുളിശ്ശേരി വെക്കാം കേട്ടോ. എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. എന്നാലും മാങ്ങ ഇതാ ഞാൻ ചെറിയ മാങ്ങ എടുത്തിട്ട് ചീന്തി എടുക്കുകയാണ് കേട്ടോ. ശരിക്കും നല്ല ചെറിയ നാടൻ മാമ്പഴം ആയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നാടൻ മാമ്പഴം അല്ല, ഇങ്ങനെ ചീന്തി എടുക്കണം. ആഹാ മാങ്ങയും ചക്കയൊക്കെ എത്ര കഴിച്ചാലും പിന്നെ ഇത് കാണുമ്പോൾ അങ്ങനെ ഭയങ്കര കൊതി വരും. ആഹാ അടിപൊളി. മാങ്ങാക്കറി വെക്കുമ്പോഴേക്ക് ഞാനിത് കഴിച്ച് ഒരു ഇതാവും. ആഹാ അടിപൊളി. മാങ്ങ കഴിച്ച് മതിയാണ് പറഞ്ഞിട്ട് കണ്ടില്ലേ. അപ്പോൾ മാമ്പഴക്കറി റെഡിയാക്കാനിതാ ഞാൻ 5 മാങ്ങയിട്ടെടുത്ത് കുഞ്ഞി ചട്ടിയിലാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് പാകത്തിന് മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി ഉപ്പ്, പാകത്തിന് ഒഴിക്കുക. ഞാൻ അടുപ്പത്ത് വെച്ചു. ഞാൻ വരട്ടെ. എന്നിട്ട് നാളികേരം, ഇച്ചിരി നല്ല ജീരകം, നമ്മുടെ മാമ്പഴം ഇതാ വെന്തിട്ടിടങ്ങി അതിലേക്ക് നാളികേരം അരച്ച് വയ്ക്കുകയാണ് കേട്ടോ. നാളികേരം ഇതാ ഞാൻ അരച്ചിട്ടുണ്ട്. നാളികേരത്തിൽ ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ ഉണ്ടാക്കുക. ഞാൻ നാളികേരം, ഒരു മുറി നാളികേരം, അതിൽ ഒരു പിടി നല്ല ജീരകം, 2 കഷ്ണം ഇഞ്ചി, ഒരു പിടി കുരുമുളക്, പിന്നെ 2 പച്ചമുളക് എല്ലാം കൂടെ അരച്ചെടുത്തതാണ് കേട്ടോ. ഇനി അതിലേക്ക് ഒഴിക്കും. അത് തിളപ്പിച്ചിട്ട് നല്ല കട്ടിയുള്ള മോര് അല്ലെങ്കിൽ തൈര് അതൊഴിക്കും. എന്നിട്ട് കടുക് വറുത്തിടും. എൻ്റെ മാമ്പഴ പുളിശ്ശേരി അതാണ്. അങ്ങനെ മാമ്പഴ പുളിശ്ശേരിക്ക് ഇതാ നാളികേരമൊക്കെ അരച്ച് വെച്ചത് ഞാൻ അതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. ഇനി അതൊന്ന് തിളച്ച് വരുമ്പോൾ ഞാൻ അതിലേക്ക് കട്ടിയുള്ള മോരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് കേട്ടോ. അത് ഒഴിക്കും. അതായത് ലൂസായ മോര് പറ്റില്ല, നല്ല കട്ടിയുള്ള മോര്, അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള തൈര് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്താലും മതി. പിന്നെ ഇതിലേക്ക് മധുരം കുറവാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കുക കേട്ടോ. പക്ഷേ മാങ്ങയ്ക്ക് നല്ല മധുരമുണ്ട് ശരിക്ക് നാടൻ മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ അതുകൊണ്ട് ശർക്കരയൊന്നും ഇടണ്ട. ശർക്കര ഇടാതെ തന്നെ ഇത് നല്ല മധുരമുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് നാളികേരം ഒഴിച്ച് കൊടുത്തതാണ്. ഇനി ഒന്ന് തിളച്ച് വരുമ്പോൾ ഞാൻ മോര് ഒഴിച്ച് കൊടുക്കും. മോര് ഒഴിച്ചാൽ പിന്നെ തിളപ്പിക്കില്ല കേട്ടോ. ഒന്ന് ചൂടായി ഇളക്കി ചൂടാക്കിയതിന് ശേഷം വാങ്ങി വെച്ചിട്ട് കടുകും കറിവേപ്പിലയും മറ്റും നാളികേരം അരച്ച് വെച്ചു. കുരുമുളകൊക്കെ അരച്ചിട്ടേ നല്ല എരിവുണ്ട്, പുളിയുണ്ട്, മധുരമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇതൊന്ന് പതച്ച് വരുമ്പോഴേക്കും ഞാൻ തൈര് ഒഴിക്കും. എന്നിട്ട് തൈര് ഇട്ട് തിളപ്പിക്കില്ല. തൈര് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കി എടുത്തിട്ട് കടുകും കറിവേപ്പിലയും ഉണക്കമുളകും ഉലുവയൊക്കെ ഇട്ട് വറുത്തിടും.
പിന്നെ മാമ്പഴം കൊണ്ട് മാത്രമല്ല കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കാറ്, നല്ല പഴുത്ത പൈനാപ്പിൾ കൊണ്ടും ഇങ്ങനെ പുളിശ്ശേരി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. പൈനാപ്പിൾ കൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കിയത് ഞാൻ അധികം കഴിച്ചത് തിരുവല്ലയെന്നാണ് കേട്ടോ, അമ്മേൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ നിന്ന്. അവർ നല്ല ചിക്കൻ വരട്ടിയതും അല്ലെങ്കിൽ നല്ല കുടംപുളി ഇട്ട മീൻ കറി ഉണ്ടാവും, അതിലേക്ക് നല്ല പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാവും കേട്ടോ. അത് നല്ലൊരു കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് മാങ്ങാക്കറി മാത്രമല്ല, പിന്നെ അയില മാങ്ങ ഇട്ട് നാളികേരം അരച്ച് കറി വെച്ചിട്ടുണ്ട്. അതായത് വളയത്തെ വീട്ടിൽ വെക്കുന്ന പോലെ ഇങ്ങനെ മാങ്ങയും തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള കറിയാണ് കേട്ടോ. പിന്നെ നെത്തൽ മീനുണ്ട്, അതായത് നമ്മളെ നെത്തോലിയില്ലേ, വത്തൽ ആ മീനുണ്ട്. അത് പുളിയിട്ട് വറ്റിച്ചെടുക്കുകയും വേണം. അപ്പോൾ ഇന്നത്തെ പാചകം ഫുള്ള് ഞാൻ തന്നെയാണ് കേട്ടോ. അങ്ങനെ എൻ്റെ മാമ്പഴക്കറി ഇതാ ഞാൻ കടുക് വറുത്തിട്ടുണ്ട് കേട്ടോ. കടുകും ഉലുവയും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് വറുത്തെടുത്തതാണ് കേട്ടോ. പിന്നെ അയില മാങ്ങ ഇട്ട് വെച്ച കറിയുണ്ട്, അത് ഞാൻ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വത്തൽ മീൻ വറ്റിച്ചെടുത്തതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചഭക്ഷണം. പിന്നെ പടവലങ്ങ കൊണ്ട് ഞാൻ മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്നത്തെ ഉച്ചഭക്ഷണം അതാണ് കേട്ടോ. അങ്ങനെ ഉച്ചഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. വൈകുന്നേരം അതാ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഞാൻ മുറ്റടിച്ച് കയറുകയാണ് കേട്ടോ. അപ്പോൾ നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ 2-3 ദിവസമായി ഒരു ഔട്ടിങ്ങിന് പോകണമെന്ന് കരുതി ഇങ്ങനെ നിൽക്കണം എല്ലാവരും കൂടെ. പക്ഷേ മഴ വരികയാണ് എപ്പോഴും. ഉച്ചയ്ക്ക് 1 മണി ആകുമ്പോഴേക്കും ഇങ്ങനെ ഇരുട്ട് മൂടിയിട്ട് അങ്ങനെ കുടുകുടു എന്ന് പറഞ്ഞിട്ട് ഇടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ മഴ പെയ്യും കരുതിയിട്ട് വേഗം ഒരു 4 മണിയൊക്കെ ആയപ്പോൾ തന്നെ മുറ്റടിച്ചതാണ് കേട്ടോ. പക്ഷേ വൈകിട്ട് ഒരു 5 മണി 5:30 ആയപ്പോൾ മഴയല്ല ഇടിയില്ല. ഞങ്ങൾ ഔട്ടിങ്ങിന് പോകണം കരുതി നിന്നത് ആകെ ക്യാൻസലാവുകയും ചെയ്തു. അപ്പോൾ ഞങ്ങളിതാ വെറുതെ പുഴക്കരയിലേക്ക് ഒന്ന് പോവുകയാണ് കേട്ടോ. ജസ്റ്റ് അവിടെ ഒന്ന് പോയിട്ട് കുറച്ച് നേരം ഇരിക്കാമെന്ന് കരുതി പോയതാണ്. അപ്പോൾ അമ്മയും കുഞ്ഞിക്കിളികളും പൈങ്കിളികളൊക്കെ കുളിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനും ശ്രീമോളും മോനുട്ടനും കൂടെ പുഴയ്ക്ക് വെറുതെ അങ്ങനെ പോയതാണ് കേട്ടോ. 2-3 ദിവസമായി ഞങ്ങൾ ഒരുങ്ങുന്നത്. അപ്പോഴൊക്കെ ഉച്ചയ്ക്ക് 2 മണി തൊട്ടേ ഇടി മഴയും വരും. അപ്പോൾ പുഴയൊക്കെ എത്താനായി. ഉച്ചയ്ക്ക് ഒരു 12 മണി കഴിഞ്ഞാൽ തുടങ്ങും ഇങ്ങനെ ഇരുട്ട് മൂടിയിട്ട് കാലാവസ്ഥ മാറുന്ന, മഴ വരുന്ന പോലെ ഇങ്ങനെ വരും. അപ്പോൾ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഒരുങ്ങി, അതിനൊന്നും കഴിഞ്ഞില്ല. ഇന്നും ഒരുങ്ങി, അപ്പോഴും മഴ ഇങ്ങനെ തുള്ളിയായിട്ട്. അപ്പോൾ ഞങ്ങൾ കുളിക്കടവിലേക്കാണ് കേട്ടോ വന്നത്. എല്ലാ കിളികളും പൂങ്കിളികളും ചെല്ലക്കിളികളൊക്കെ ഉണ്ട്, അമ്മയുടെ കൂടെ. അങ്ങനെ പുഴയിലെത്തി. ഞങ്ങളവിടെ ആ പാലത്തിൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കും കാലാവസ്ഥ മാറി, മഴ വരുന്ന പോലെ. അയ്യോ ഒറ്റ മൈന, ഒരു മൈനയുള്ളൂ. ഒറ്റ മൈനേനെ കണ്ട ദുഃഖം എന്നാ പറയുക. ഒറ്റ മൈനല്ല, ഇതിൻ്റെ കൂടെ വേറെ മൈന ഉണ്ടോ? ഉണ്ട്, 2 മൈനയുണ്ട്. 2 മൈനയെ കണ്ടാൽ ഭയങ്കര സന്തോഷം എന്ന് പറയും. പുഴയിൽ നിന്ന് കുറച്ച് വെള്ളം കൂടുതലാണ്. ഷട്ടർ തുറന്നിട്ടാ തോന്നുന്നു വെള്ളം കുറച്ച് കൂടുതലാണ്, അല്ലെങ്കിൽ ഇത്രയൊന്നും വെള്ളം ഉണ്ടാവാറില്ല. പുഴക്കരയിൽ കാറ്റ് കൊള്ളാൻ വന്നതാട്ടോ കുഞ്ഞിക്കിളികളും ഞങ്ങളും. കുറച്ചേരം ഇരുന്നിട്ട് പോടി. ഞങ്ങൾ കുറേ നേരം പുഴയിൽ ഇരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും ദിവസമായിട്ട് ഇവിടെ വന്നിട്ട് പുഴയിൽ പോയിട്ടില്ല കേട്ടോ. ഇപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്നു, പിന്നെ അത് ആ വീട്ടിലേക്ക് ഇങ്ങനെ തിരിച്ചു പോരാണ്. ഇപ്പോൾ കാലാവസ്ഥ നല്ല തെളിച്ചായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഈ സ്ഥലങ്ങളൊക്കെ ഓരോ പ്ലോട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് വീടുകൾ ഇവിടെ വരും. ഞങ്ങൾ സ്വപ്ന വീട് പണിയുന്നതിൻ്റെ അടുത്താണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. ഈ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു, ടാറ്റാ, ബൈ ബൈ, സീ യു.